ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 45 ബാലലീലകൾ. ശ്ലോകം 5. സ്നുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോദാ സ്തന്യദാ ധന്യധന്യാ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. സ്നുത കുജ ഭരം അംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദ സ്തന്യദ ധന്യധന്യ കപടപശുപ മധ്യേ മുഗ്ധ ഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്നുതകുജഭരം ചുരക്കുന്ന മാറുകളോടുകൂടിയ, അങ്കേ മടിയിൽ, ധാരയന്തി ധരിക്കുന്നവളും, ഭവന്തം അങ്ങയെ, തരളമതി അലിവാർന്ന മനസ്സോടുകൂടി, യശോദ നന്ദഗോപപത്നി, സ്തന്യത മുലപ്പാൽ നൽകുന്നവളുമായ, ധന്യധന്യ വളരെ പുണ്യം ചെയ്തവളായ, ഹേ കപടപശുപ അല്ലയോ മായാഗോപ, മധ്യേ മുലകുടിക്കിടയിൽ, മുക്തഹാസാങ്കുരം മനോഹരമായി പുഞ്ചിരിക്കുന്നതും, തേ അങ്ങയുടെ, ദശനമുകുളഹൃദ്യം പല്ലിൻ മൊട്ടു കാണിച്ച് ആകർഷകത്വം ഉളവാക്കുന്നതുമായ, വീക്ഷ്യ നോക്കിയിട്ട്, വക്ത്രം മുഖം, ജഹർഷ സന്തോഷിച്ചു. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. സ്നുത കുജ ഭരമംഗേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ധാരയന്തി ഭവന്തം, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, ഭ എന്നുള്ളതും. തരളമതി യശോദ സ്തന്യത, സ്ത എന്നുള്ളത് ഒട്ടും മൂന്നണ്ട, സ്തന്യത. ധന്യധന്യ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കപടപശുപ മധ്യേ, മധ്യേ എന്നുള്ളതിൻ്റെ ധ്യേ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. മുക്ത ഹാസാങ്കുരം, മുക്ത, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ, ക്ഷ്യ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. വക്ത്രം, ത്രം എന്നുള്ളത് ഒട്ടും ഊന്നണ്ട, ജഹർഷ അങ്ങനെ നിർത്താം. സ്നുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാ സ്തന്യദാ ധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. അടുത്തത് 6ാമത്തെ ശ്ലോകം. തദനു ചരണചാരീ ദാരകൈഃ സാകമാരാന്നിലയദദിഷു ഖേലൻ ബാലചാപല്യശാലീ ഭവനശുകവിടാളാൻ വത്സകാംശ്ചാനുധാവൻ കഥമപി കൃതഹാസൈർ ഗോപകൈർവാരിദോഭൂ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. തദനു ചരണചാരീ ധാരകൈഃ സാകം ആരാത് നിലയതതിഷു ഖേലൻ ബാലചാപല്യശാലി ഭവനശുകവിടാളാൻ വത്സകാൻ ചാനുധാവൻ കഥമപി കൃതഹാസൈർ ഗോപകൈർ വാരിദോഭൂ.
നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദനു അനന്തരം ചരണചാരി കാലിൽ ചരിക്കുന്നവനും ധാരകൈ സാഗം കുട്ടികളോടുകൂടി ആരാത് സമീപത്തുള്ള നിലയതതിഷു ഗൃഹസമൂഹത്തിൽ ഖേലൻ ക്രീഡിക്കുന്നവനും ബാലചാപല്യശാലി ബാലസഹജമായ ചാപല്യത്തോടു കൂടിയവനും ഭവനശുഖവിടാളാൻ ഗൃഹത്തിലെ തത്തകൾ പൂച്ചകൾ എന്നിവയെയും വത്സകാൻ ച പശുക്കുട്ടികളെയും അനുധാവൻ പിന്തുടർന്നോടുന്നവനുമായ ത്വം അങ്ങ് കൃതഹാസൈ ചിരിക്കുന്ന ഗോപകൈ ഗോപകുമാരന്മാരാൽ കഥമപി ക്ലേശിച്ച് വാരിത അഭൂ തടയപ്പെട്ടു. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. തദനു ത ദ എന്നുള്ളത് ദയേൽത്തെ, ചരണചാരി ധാരകൈ ഇവിടെയും അതേപോലെ ദ എന്ന് ദയേൽത്തെ, ധാരകൈ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സാന്ന് ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്നുണ്ട്. സാഗമാരാന്നിലയതതിഷു ചേർത്ത് ചൊല്ലുമ്പോൾ നിലയ എന്നുള്ളത് നീ ഒന്ന് ഊന്നി പറയണം. ഖേലൻ ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബാലചാപല്യശാലി ഭവനശുഖവിടാളാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിടാളാൻ ഡ ട ഠ ഡ മൂന്നാമത്തെ ഡ എന്നാണ്. വത്സകാംശ്ചാനുധാവൻ സ താസാന്ന് ചേർത്ത് ചൊല്ലണം. ശ്ചാന്നും ഷാച്ചാന്ന് ചേർത്ത് ചൊല്ലണം. അനുധാവൻ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കഥം അപ്പി ചേർത്തിട്ട് കഥം അപ്പി ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കൃതഹാസൈർ ഗോപകൈർ വാരിത അഭൂ അവിടെ വിസർഗമുണ്ട്. ഇവിടെ അവഗ്രഹ ചിഹ്നമുണ്ട്, പക്ഷേ നമ്മളത് പറയണ്ട. വാരിതോ ഭൂ അങ്ങനെ ചൊല്ലിയാൽ മതി. നീട്ടിയിട്ട് ഭൂ എന്ന് പറഞ്ഞാൽ മതി. ആന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റിൽ വിസർഗം ഭൂ അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. തദനു ചരണചാരി ധാരകൈ സാകമാരാന്നിലയതതിഷു ഖേലൻ ബാലചാപല്യശാലി ഭവനശുഖവിടാളാൻ വത്സകാംശ്ചാനുധാവൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിതോ ഭൂ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.